എല്ലാവർക്കും നമസ്കാരം. ഞാൻ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണ്. പഴനി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് എൻ്റെ സുഹൃത്തും റക്കി മാസ്റ്ററുമായ അനൂപ് സിംഗാണ്. അദ്ദേഹം സിനിമയിൽ ഡ്രോൺ ക്യാമറ പൈലറ്റും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആത്മീയപാതയിലുള്ള എൻ്റെ ഒരു വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം എൻ്റെ കൂടെ പഴനിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനോട് ഒന്നിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അത് ആത്മീയ ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെല്ലാമാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് അത് പുള്ളിയെ കൈകാര്യം ചെയ്യണമെന്നത് ജസ്റ്റ് ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് അനൂപ് സിംഗ്. ഹായ്, നമസ്കാരം. അപ്പോൾ അനൂപ് സിംഗ് ഒന്ന് പറയുമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? അതായത് നിങ്ങൾ ആത്മീയത കുറേ വർഷങ്ങളായിട്ട് ധ്യാനവും പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മുടെ നിത്യജീവിതത്തിൽ അതിനെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞാൻ ഒരു ആത്മീയതനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും അത് ചുറ്റുമുള്ള കുറേ ബഹളങ്ങളായിട്ടാണ് കണക്കൂട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറഞ്ഞാൽ അത് അവനവനിലേക്ക് തന്നെയുള്ള ഒരു യാത്രയാണ്. അവനവനിൻ്റെ ശക്തികളെ, അവനവനിലെ നെഗറ്റീവ്സിനൊക്കെ കളഞ്ഞ് കുറേ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കിടയിൽ ക്ഷേത്രങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ ചടങ്ങുകളും ഒക്കെ ആവാം. പക്ഷെ ആ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് നമ്മളെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് പ്യൂരിഫൈ ചെയ്തു വരുമ്പോൾ ആ പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് തുടക്കത്തിലൊക്കെ ചില വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ പോസിറ്റീവിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എന്നെ സംബന്ധിച്ച് ആത്മീയത ഒരു ബഹളങ്ങളില്ലാതെ ശാന്തമായ സ്ഥലത്തിരുന്ന് വളരെ സൈലൻ്റായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഇത്രയും യാത്രകളും ഇത്തരം ആത്മീയമായ കേന്ദ്രങ്ങളും ഒക്കെ ഒരു ഊർജ്ജ കേന്ദ്രങ്ങളായിട്ട് കണക്കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ എനർജീനെ പ്യൂരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഒക്കെ ഈ മെഡിറ്റേഷനും ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്നുള്ളതല്ല അതിൻ്റെ ഒരു വശം. നമ്മൾക്ക് കൂടുതലായിട്ടും നമുക്കൊരു യാത്ര കഴിഞ്ഞ് ഒരു ക്ഷേത്രങ്ങളിലോ പോസിറ്റീവ് എനർജിയുള്ള പല കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ മണിക്കൂറുകളോളം ധ്യാനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ശരീരത്തിൻ്റെ അല്ല, നമ്മുടെ മനസ്സിൻ്റെ ഭാരം മൊത്തമായിട്ടൊന്ന് കുറഞ്ഞ പോലെ ഒരു ഫീലാണ് വരിക. നമ്മളെന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ചു. ഇപ്പോൾ പഴനിയിൽ നമ്മൾ പോയി 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ച് വരുമ്പോഴേക്കും നമ്മളെന്തോ വലിയൊരു ഹെവിനെസ് ഉണ്ടായിരുന്നതൊക്കെ പോയിട്ട് നമ്മൾ ഒന്നും കൂടി പ്യുവറായ പോലെ. അതുപോലെ നമ്മൾ തലക്കാവേരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പോയിരുന്നു. തലക്കാവേരിയിൽ ഞാൻ മുങ്ങി കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഞാൻ പുതിയൊരാളായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ ഏകദേശം 10-20 വർഷമായിട്ടുള്ള പരിചയമാണ്. നമ്മളതിനിടയിൽ പല യാത്രകളും നടത്തിയിട്ടുണ്ട്. ഓരോ യാത്ര കഴിയുമ്പോൾ, പ്രത്യേകിച്ച് സുധീഷ് ഭായിയുടെ കൂടെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗൈഡൻസ് പോലെ, എനിക്കൊരു ഗുരുസ്ഥാനത്ത് നിൽക്കണ പോലെ എന്നെ ഓരോന്നിനും ക്ലിയർ ചെയ്ത് അങ്ങനെയുള്ള ഒരു യാത്രകളാണ് കൂടുതലും നമുക്ക് ഒരുമിച്ചുള്ള യാത്രകൾ എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. അത് ശരിയാണ്. നമ്മുടെ ഈ തലക്കാവേരി യാത്ര നമ്മൾ ഒന്നിച്ച് പോയതാണ്. ആ തലക്കാവേരി യാത്രയ്ക്ക് ശേഷമാണ്, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തലക്കാവേരിയിൽ പോയി കുളിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് അല്ലേ? ഒരു വർഷം ആയിട്ടില്ല. യെസ്. പക്ഷെ അതിന് ശേഷമാണ് ആളുകൾ എന്നെ അറിഞ്ഞു തുടങ്ങിയത്. സുധീഷ് എന്ന് പറഞ്ഞ ആൾ പണ്ടുകൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ്. അദ്ദേഹത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഫാമിലിയായിട്ട് ഞങ്ങൾ പോയിട്ട് അവിടെ കുളിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ അനൂപ് സിംഗ് വർഷങ്ങളായിട്ട്, ഞാൻ റെക്കി പഠിക്കുന്ന കാലഘട്ടത്തിൽ 2000-2001 കാലഘട്ടങ്ങളിൽ അല്ലേ? അതെ, ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ച എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് തന്നെ എന്നെക്കാളും മുന്നേ പഠിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് റെക്കി ക്ലിനിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം കൊടകരയിലാണ് വീട്. കൊടകരയിൽ അദ്ദേഹത്തിന് റെക്കി ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധമാണ്, റെക്കി പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. അത് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും പല പുതിയ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ സ്പിരിച്വൽ മേഖലയിലുള്ള പല വ്യക്തികളെയും ഞങ്ങൾ ഒന്നിച്ചു പോയിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും ഇതുപോലെ നമ്മൾ യാത്രകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് സമയങ്ങൾ അല്ലേ, മെഡിറ്റേഷനൊക്കെ ഒരുപാട് സമയങ്ങൾ രാവിലെ പണി ചെയ്യാറില്ലേ? രാവിലെ നമ്മൾ നിവർത്തിയുള്ള സമയത്ത്
എനിക്ക് മൊത്തം ഒരു എനർജി ലെവൽ പോയി എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് അതിന് തിരിച്ചു പിടിക്കാൻ സമയമായി തോന്നുമ്പോൾ ഞാൻ പിന്നെ എണീറ്റ് അതിരാവിലെ പറ്റാവുന്ന അത്ര നേരം ചക്രസാധന അതല്ലെങ്കിൽ റൈക്കിയുടേതായ നമ്മൾ മന്ത്രങ്ങളുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൊത്തം നമ്മളുടെ എനർജി ലെവൽ മാറും, ബ്രീത്തിങ് മാറും, നമ്മുടെ മൊത്തം ഹോട്ട് എയർ തന്നെ, അതായത് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് എൻ്റെ നമ്മുടെ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസം ഒരു ഹോട്ട് എയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ കഴിയുമ്പോൾ. അതായത് നല്ല തണുപ്പത്ത് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയാലും മെഡിറ്റേഷൻ കഴിയുമ്പോഴേക്കും ബോഡിയൊക്കെ ചൂടായി മൊത്തം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്പിരിച്വൽ പാതയിൽ വന്നതിന് ശേഷം നമുക്ക് ഭൗതിക ലോകത്തിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം അപ്പം ആ സമയത്ത് നെഗറ്റീവ് ആണെങ്കിലും പക്ഷെ വലിയൊരു പോസിറ്റീവിലേക്ക് തിരിയാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പല സമയങ്ങളിലും നമുക്ക് നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സുഹൃത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ വഴക്കിടുന്നു, പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഒരു ലേണിംഗ് ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ അതൊരു നമുക്കൊരു പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും. അത് എനിക്ക് എപ്പോഴും ഞാനും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അസിംഗ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുന്നത് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് പല സമയങ്ങളിലും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് കാലങ്ങളിൽ ഞാനിങ്ങനെ സജീവമായിട്ടിരുന്നിട്ട് നമ്മുടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. ഞാൻ ഈ ആത്മീയമായ കാര്യങ്ങളൊന്നും വേണ്ട, ഇനി നമുക്ക് മെറ്റീരിയലായിട്ട് മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരുന്ന സമയത്ത് അത് ഇപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവണത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ആ സമയത്ത് ഒരാൾ എന്നെ വന്നിട്ട് ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ അതിൽ നിന്നൊക്കെ പോകുന്നു, എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നു. ഒരു ഗ്രൂപ്പിലാണ് സംഭവിച്ചെങ്കിലും എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നു. പക്ഷെ വീണ്ടും ഞാൻ കഠിനമായ സാധനങ്ങളിലൂടെ തിരിഞ്ഞു എന്നുള്ളതാണ്. ധ്യാനത്തിലേക്കും കാര്യങ്ങളിലേക്കും യാത്രകളിലേക്കും വീണ്ടും തിരിച്ചു. അപ്പോൾ യൂണിവേഴ്സ് തന്നെ എന്നെ തിരിച്ചുവിടുകയാണ്. നിന്റെ ജോലി ഇതാണ്, നീ ഇതാണ് ചെയ്യേണ്ടത്, നീ അല്ലാതെ ഇവിടെ വന്നിട്ട് കളിച്ചിരിക്കലല്ല നീ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സന്ദേശമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ ഇൻസൾട്ട് ചെയ്ത ആളോട് എനിക്കിന്ന് ഭയങ്കര ബഹുമാനമാണ്, ഞാൻ അയാളെ ഭയങ്കര സ്നേഹമാണ് അയാളടുത്ത്. പക്ഷേ അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളുടെ ഉള്ളിലും അതേപോലത്തെ വലിയൊരു സാധനം കിടക്കണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അനൂപ് സിംഗ് ഇതുപോലെ ആത്മീയവാദയിൽ വീണ്ടും സജീവമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ദൈവയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.